റാണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ താങ്കൾ നടത്തിയ ഒരു പരാമർശം. അത് ഈ കുഞ്ഞിന്റെ ഭാഗത്തെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ KSEBയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലേ? അവിടെ അനധികൃതമായി നിർമ്മിച്ച ഒരു ഷെഡ്, ഇതിലൊന്നും തെറ്റ് കാണാതെ ആ കുഞ്ഞിനൊരു ഉപദേശം നൽകുന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം. അതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ആ കുട്ടിക്കെതിരെ നമുക്കറിയാം, ഞാൻ രാവിലെ കേട്ടത് ശിവൻകുട്ടി മിനിസ്റ്റർ മറുപടി പറയുന്നതാണ്. അതിന് KSEBയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. നിരപരാധിയായ ഒരു പയ്യനാണ്, നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ആയിരുന്നു. കളിച്ചുകൊണ്ട് ഇരിക്കുന്ന നേരത്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം, അതിനെയൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ മുമ്പിലുള്ളത്. പറഞ്ഞു അവിടെ സൂംബ നൃത്തം ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിന് പിന്തുണയുമായി പ്രഖ്യാപിച്ചാണ് സൂംബ നൃത്തം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു കുഞ്ഞ്, താങ്കളുടെ ജില്ലയിൽ തന്നെ ഉണ്ടായ ഒരു അപകടമാണ്, ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ആ പരിപാടി റദ്ദാക്കി അങ്ങോട്ടേക്ക് വരണം, അങ്ങനെ ഒരു തോന്നൽ മന്ത്രിക്ക് ഉണ്ടായില്ലേ? അതല്ല, എറണാകുളത്ത് ഞാൻ അതിനു വേണ്ടി പോയതല്ല. ഞങ്ങളുടെ വനിതാ സംഘടനകളുടെ ഒരു വലിയ വനിതാ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ പോയി ഞാൻ തിരിച്ചു വരുമ്പോ തീർച്ചയായിട്ടും ആ വീട്ടിൽ കയറണം എന്ന തരത്തിൽ തന്നെയാണ് വന്നത്. വഴിമധ്യയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വിവരം അറിഞ്ഞത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഉൾപ്പെടെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്, ഒരു കുഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ആ കുഞ്ഞ് മരണപ്പെട്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഏകദേശം കോട്ടയം ഉൾപ്പെടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. യാത്രാ മധ്യത്തിലാണ് നമുക്കിത് അറിയാൻ സാധിച്ചത്. ശരി, മന്ത്രി ഈ നടത്തിയ ഒരു പ്രതികരണമുണ്ടല്ലോ, അതായത് ഈ കുഞ്ഞിന്റെ ഭാഗത്തുണ്ടായ ഒരു തെറ്റ് എന്ന രീതിയിൽ തന്നെ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ അനധികൃതമായി നിർമ്മിച്ച ഒരു ഷെഡുണ്ട്. ആ വൈദ്യുതി കമ്പികൾ, അത്രയും താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി കമ്പികൾ, അത് ഇനിയും അപകടം, ഈ രീതിയിൽ ആ കുഞ്ഞ് ആ ഷെഡിൽ കയറിയെങ്കിൽ തന്നെ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അപകടകരമാകാവുന്ന രീതിയിലാണ് വൈദ്യുതി കമ്പികൾ നിൽക്കുന്നത്. അപ്പൊ അതൊന്നും കാണാതെ ആ കുഞ്ഞിനെ മാത്രം പഴിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലായി പോയില്ലേ മന്ത്രിയുടെ പ്രസ്താവന? യാത്രയിലായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ KSEBക്കെതിരെ ഞാൻ ശിവൻകുട്ടി മിനിസ്റ്റർ പ്രതികരണം കണ്ടു. KSEB തെറ്റാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു, അടിയന്തരമായിട്ട് ഞങ്ങളത് അന്വേഷിക്കും, അതിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പിന്നെ അതാണ് കേട്ടത്. തീർച്ചയായിട്ടും അതിനോടാണ് എനിക്കും യോജിപ്പ്. ഞാനിപ്പോ അത്രയും പറയുന്നുള്ളൂ. ഞാൻ വഴിമധ്യേ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയായിരുന്നു ആ ചെയ്തത് എന്നുള്ളത്? അതായത് ഈ ഒരു മരണ വാർത്ത അറിഞ്ഞതിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു സൂംബ നൃത്തത്തിലൊക്കെ പങ്കുചേർന്നത് ശരിയായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അപ്പോഴല്ലേ അവിടെ അറിഞ്ഞത്. ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയില്ലായിരുന്നു, ഒരു വനിതാ സംഗമമാണ് അവിടെ നടന്നത്. ശരി, അത് ഓക്കെ, ശരി. അല്ല, ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. അത് മന്ത്രി അറിഞ്ഞപ്പോൾ അത്രയും വൈകി പോയോ?